ഓക്കെ, നല്ല മൈലേജ് കിട്ടാനുള്ള കുറച്ച് വഴികൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് സ്മൂത്ത് ആക്സിലറേഷൻ ആണ്. കാരണം സഡൻ ആയിട്ടുള്ള ആക്സിലറേഷൻ ഒഴിവാക്കണം. ഒരു സിഗ്നൽ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ പിന്നെ എടുക്കുകയെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് മാത്രം ആക്സിലറേറ്റ് ചെയ്യുക. കാരണം സഡൻ ആയിട്ട് നമ്മൾ അഗ്രസീവ് ആയിട്ട് കാല് കൊടുത്ത് എടുക്കുകയെന്നുണ്ടെങ്കിൽ മോർ ഫ്യൂൽ യൂസ് ചെയ്യും. ചില കാറുകളിൽ ഡ്രൈവർ ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ കളർ ഇൻഡിക്കേഷൻ ആണ് നമ്മുടെ ഡാഷ് ബോർഡിൽ. അതിൽ ഗ്രീൻ കളർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് എന്നതാണ്. അല്ല ബ്ലൂ കളർ ആണെങ്കിൽ നേരെ തിരിച്ച്. ടിപ്പ് നമ്പർ 2, മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് സ്പീഡ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആക്സിലറേറ്റും ബ്രേക്കിംഗ് ചെയ്യുമ്പോൾ ഫ്യൂൽ വേസ്റ്റ് ആവുന്നുണ്ട്. സോ ഒരു ഹൈവേസിലൊക്കെ ആണെങ്കിൽ കോൺസ്റ്റന്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു മൈലേജ് കിട്ടും. ടിപ്പ് നമ്പർ 3, കോൺസ്റ്റന്റ് ആയിട്ട് ടയർ പ്രഷർ ചെക്ക് ചെയ്യണം. ദാറ്റ് മീൻസ് നമ്മുടെ ടയറിന് കാറ്റ് ഓവറാവുന്നുണ്ടെങ്കിൽ റോഡും ടയറുള്ള ഫ്രിക്ഷൻ ഇൻക്രീസ് ആകും. സോ എഞ്ചിൻ കൂടുതൽ ലോഡ് എടുക്കും വണ്ടി മൂവ് ചെയ്യാനായിട്ട്. അവിടെ ഫ്യൂലും വേസ്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, ടിപ്പ് നമ്പർ 4, ഇതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സർവീസ് ഓൺ ടൈം. വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ, കൂളന്റ്, എയർ ഫിറ്റ് കാര്യങ്ങളെല്ലാം മീൻസ് എഞ്ചിൻ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. എന്നാൽ മാത്രമേ നല്ല മൈലേജ് കിട്ടത്തുള്ളൂ. സോ ചുരുക്കി പറയുവാണെങ്കിൽ ഡേർട്ടി എഞ്ചിനാണെന്നുണ്ടെങ്കിൽ ഫ്യൂൽ കൂടുതൽ കൺസ്യൂം ചെയ്യും. അല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്, ക്ലീൻ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ നല്ല മൈലേജും കിട്ടും. സോ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മൈലേജ് ഡിഫറൻസ് വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ.